വെൽക്കം ടു മൈ ഹെവൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, ഞാനെന്ന വ്യക്തിയിൽ നിന്നും എന്നെ ഒരമ്മയിലോട്ട് മാറ്റം തന്ന എൻ്റെ മോളുടെ ജന്മദിനമാണ്. അവൾക്ക് ഇന്ന് 18 വയസ്സ് പൂർത്തിയായി. അവൾക്കുള്ള കൊച്ചു കൊച്ചു ഗിഫ്റ്റുകളൊക്കെ ഞാൻ കൊടുത്തു. അപ്പം ഞാനൊരു അമ്മയായതല്ലേ, അതിൻ്റെ സന്തോഷത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് എൻ്റെ ഗാർഡൻ തന്നെയാണ്. അപ്പോൾ ഗാർഡനിലോട്ട് കുറച്ച് പ്ലാന്റ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നീർമാതളം പൂത്തു എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ നീർമാതളം. ആർക്കൊക്കെ അറിയാം ഈ ഒരു പ്ലാന്റ്സിനെ കുറിച്ച്? എനിക്കെന്തായാലും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് കാണുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. പക്ഷേ ചോദിച്ചപ്പം അത്യാവശ്യം നല്ല റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് മെല്ലെ ഞാൻ സ്കൂട്ടായി. എന്താ പറയുക, ഒരുപാട് പ്ലാന്റ്സ് ആ ഗാർഡനിലുണ്ടായിരുന്നു. കുറേയൊക്കെ എൻ്റെ കയ്യിലുള്ളതായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരുപാട് പ്ലാന്റ്സിനൊക്കെ ഞാൻ റേറ്റ് ചോദിച്ചപ്പം നല്ല റേറ്റൊക്കെയാണ് അവർ പറയണത്. ഈ ഒരു പ്ലാന്റ്സ് ഞാൻ മേടിച്ചു കേട്ടോ. നമ്മുടെ ജെയ്ഡ് പ്ലാന്റൊക്കെ പോലെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം ഞാനത് മേടിച്ചു. ഇത് നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് തന്നെയാണ്, ഇതെൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ മോൺസ്റ്ററിൻ്റെ വില ചോദിച്ചപ്പം 1500 2000 ഒക്കെയാണ് അവർ പറയണത്. അത്യാവശ്യം നല്ല വില തന്നെയാണ് അവിടെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അതും ഞാൻ നോക്കിയില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ മൊസാൻ്റെ ഇരിക്കുന്നത്. ഇതിന് അത്ര വലിയ റേറ്റ് എനിക്ക് തോന്നിയില്ല. ഇപ്പം കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളത് കൊണ്ടായിരിക്കാം. ഒരു 200 രൂപ, 170, 200 ഒക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പം അതും ഒരെണ്ണം മേടിച്ചു. അതുപോലെ തന്നെ ആ ജെയ്ഡ് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റും ഒക്കെ മേടിച്ചു. ഞാൻ നേരെ വീട്ടിലോട്ട് വച്ച് പിടിച്ചതായിരുന്നു. പക്ഷേ പോരുന്ന വഴിക്ക് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന വീട്ടിൽ ഒരു ചേച്ചി നടത്തുന്നതാണ് ചെടികളൊക്കെ. അപ്പോൾ അവിടെ ഒന്ന് കയറി എനിക്കിഷ്ടപ്പെട്ടത് നാരോ ലീഫ് അഗ്ലോണിനെയും അതുപോലെ തന്നെ നമ്മുടെ മോൺസ്ട്രിയ എനിക്ക് അവിടുന്ന് കിട്ടി ചെറിയ റേറ്റിന്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കോണിയയുടെ വേറൊരു വെറൈറ്റി, ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലില്ലാത്തതാണ്. പിന്നെ നമ്മുടെ ഫിലോഡ്രൻഡ്രാമിൻ്റെ ഒരു വെറൈറ്റിയും എനിക്ക് കിട്ടി. ഇതിൻ്റെ വേറൊരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഫിലോഡ്രൻഡ്രാമിൻ്റെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കളക്ഷൻ എൻ്റെ കയ്യിലായി. ഇത് നമ്മുടെ മെലസ്റ്റോമ വെരിഗേറ്റഡ് ആണ്. ഞാനത് ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് വാനിഷ് ആയതുപോലെ ഉണങ്ങിപ്പോയി. അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഈ പ്ലാന്റ് കൊണ്ടുപോയിക്കോളാൻ, പൈസയൊന്നും തരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്ലാന്റ്സ് എനിക്ക് തന്നു. അതുപോലെ നമ്മുടെ കലാത്തിയുടെ തന്നെ ഇത് മിനിയേച്ചർ ടൈപ്പ് എനിക്ക് കിട്ടി. ഇതിൻ്റെ ഒരു വലിയ ലീഫുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ മിനിയേച്ചർ ടൈപ്പാണത്. ഇതൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന് എന്താ പറയുക, സ്പോട്ടിൽ തന്നെ ഞാൻ എല്ലാം പോട്ട് ചെയ്തു വേറെ പോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം എനിക്കങ്ങനെയാണ്, ചെടികൾ കൊണ്ടുവച്ചാൽ അപ്പം തന്നെ അത് വേറെ മാറ്റി നട്ടില്ല എങ്കിൽ എനിക്ക് മനസ്സിന് എന്തോ പോലെയാണ്. അപ്പം ഞാനിത് നമ്മുടെ കലാത്തിയൊക്കെ എല്ലാം കുഞ്ഞു കുഞ്ഞു തൈകൾ വേറെ വേറെ ആക്കിയിട്ട് വേറെ പോട്ടിലോട്ടൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗാർഡനിൽ ഒരുപാട് ചെടികൾ ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഒരുപാട് തൈകൾ എനിക്ക് കിട്ടി കേട്ടോ. കലാത്തിയുടെ തന്നെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു തൈകളും കിട്ടി. അതുപോലെ തന്നെ അഗ്ലോണിമയുടെ 2 കുഞ്ഞു തൈയും, ഇത് നാരോ ലീഫിൻ്റെ ആണ്, അതിൻ്റെ 2 കുഞ്ഞു തൈകളും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാം തന്നെ എന്താ പറയുക പോട്ട് ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കോണിയയുടെ കുറച്ച് പ്ലാന്റ്സും ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിഴുത് മാറ്റി വേറെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ.